ഈ ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രസഗുള്ളയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ മിക്കവാറും വീട്ടിൽ റെഡിയാക്കാറുള്ള ഒരു സ്വീറ്റാണ്. വളരെ ജ്യൂസിയും അതുപോലെ തന്നെ സോഫ്റ്റുമായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് ഞാൻ 1 ലിറ്റർ ഫുൾ ക്രീം മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ ഇരുന്ന പാലായതുകൊണ്ട് കുറച്ച് കട്ടയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ ഇല്ലെങ്കിലും വിനേഗർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ കുറച്ചായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനെപ്പോഴും നാരങ്ങ നീരാണ് യൂസ് ചെയ്യാറ്. നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ ആ രസഗുള്ളയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ പാല് പിരിഞ്ഞ് അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അതിനകത്തെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പോട്ടെ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് നോർമൽ വാട്ടറും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ പിഴിഞ്ഞു കൊടുക്കുക. ഇനി ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ബാക്കി എന്തെങ്കിലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇരുന്നൊന്ന് ഡ്രൈ ആയിക്കോളും. ഈ നേരം കൊണ്ട് കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഇതിനു വേണ്ടി ഒരു കടായിലേക്ക് 2 കപ്പ് നിറയെ പഞ്ചസാരയും അതേ അളവിൽ തന്നെ വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് ഈ ഷുഗർ സിറപ്പിൽ നിന്ന് 1 കപ്പ് ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റുകയാണ്. ഇതൊന്ന് ആറിയ ശേഷം ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കും. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് ബോൾസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ച ശേഷം ഇത് കൈവച്ച് ഒന്ന് തിരുമ്മി ഒരു നല്ല സോഫ്റ്റ് ഡോ ആക്കി മാറ്റാം. അധികം ബലം പിടിച്ച് തിരുമ്മേണ്ട കാര്യമില്ല. ചെറുതായിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാവും. ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ ഈ മാവ് റെഡിയായി വന്നിട്ടുണ്ട്, സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ കോൺഫ്ലോർ ആണ് ഞാൻ ചേർക്കുന്നത്. കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറയെ മൈദ ആയാലും ചേർത്താലും മതിയാവും. ബോൾസ് ആക്കുമ്പം ക്രാക്സ് ഒന്നും വരാതിരിക്കാനും അതുപോലെ ഒരു പിടുത്തം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇതിൽ നിന്നും ബോൾസ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ ഒരു അളവിലാണ് മാവ് എടുക്കുന്നത്. ഇനി ഇത് അധികം അമർത്താതെ കൊണ്ട് പതിയെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. ഇതേപോലെ തന്നെ ഈ അളവിൽ മാവെടുത്ത് ബാക്കിയുള്ള ബോൾസും കൂടെ ഞാനൊന്ന് റെഡിയാക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എനിക്കൊരു 13 ബോൾസോളം റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ഏലക്ക ചതച്ചതും കൂടെ ചേർക്കാം. ഇനി ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് ബോൾസ് ഓരോന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കും. കുറച്ച് വലിയ പാൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ ബോൾസൊക്കെ ഒന്ന് വലുതായി വരും. ഇപ്പോൾ ബോൾസ് എല്ലാം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം മൂടി വെച്ച്
മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. രസഗുള റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ചെറുതായി ഒന്ന് ആറിയ ശേഷം നേരത്തെ കുറച്ച് സിറപ്പ് ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ബോൾസ് ഓരോന്നോരോന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നിറയെ ജ്യൂസാണിതിൽ. ഞാനിത് പിഴിഞ്ഞ് കാണിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. എല്ലാം തന്നെ ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് കാണിക്കാം എത്ര ജ്യൂസിയാണെന്ന്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. ബൈ.